നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ്. എലിച്ചെവിയൻ. ഇതൊരു ഒന്നാന്തരം ആയുർവേദ സസ്യമാണ്. കൃമിശല്യം, ഉറക്കമില്ലായ്മ, മൂത്രതടസ്സം, ഹൃദ്രോഗം, വയറുവീർപ്പ്, തലവേദന, പിത്തപ്പനി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഒരു ഉത്തമ പരിഹാരമാണ്. ഈ ചെടിക്ക് എലിച്ചെവിയൻ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലയ്ക്ക് എലിയുടെ ചെവി പോലെ ആകൃതി ഉള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ സസ്യകുടുംബം കോൺവുലേസിയ അതായത് ടെറിഡേസിയ എന്നാണ്. ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം ഹൈപ്പോമൊല റെനിഫോർമിസ് അതായത് മൈക്കലോപെട്രിസ് എന്നാണ്. പന്നലുകളുടെ കുടുംബത്തിൽപ്പെട്ട അതായത് പന്നൽ സസ്യങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. പന്നൽ സസ്യങ്ങളുടെ കുടുംബമായ ടെറിഡേസിയിലെ ഉപകുടുംബമായ മൈലൻതൊഴിഡേസിയിലെ ഒറ്റ സ്പീസിസ് മാത്രമുള്ള ഒരു സസ്യമാണ് ഈ എലിച്ചെവിയൻ. സംസ്കൃതത്തിൽ ഇതിനെ ആഹുകർണി എന്ന് പറയുന്നു. ഈ സസ്യം 3 തരമുണ്ട്. വലിയായിട്ടുള്ള എലിച്ചെവിയൻ, വലിയ തരം എലിച്ചെവിയൻ, ചെറിയ തരം എലിച്ചെവിയൻ. ഈ സസ്യത്തിൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നു. എലിച്ചെവിയൻ ചെടി മുഴുവൻ ഭാഗവും ഔഷധയോഗ്യമാണ്. ഇന്ത്യ, തായ്വാൻ, ഫിലിപ്പീൻസ് തുടങ്ങി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ സസ്യം കാണപ്പെടുന്നത്. വയൽവരമ്പിലും പാടങ്ങളിലുമൊക്കെ ഈ സസ്യം വളർന്നു വരുന്നു. ഒരു കുറ്റിച്ചെടിയായിട്ടാണ് ഈ സസ്യം വളരുന്നത്. ഈ സസ്യത്തിൻ്റെ ഉപരിവേരിൽ നിന്നും പുതിയ സസ്യങ്ങളുണ്ടാകുന്നു. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളും ഔഷധ ഗുണങ്ങളുമൊക്കെ നമുക്കൊന്ന് നോക്കാം. സാധാരണ ശരീരത്തിൽ തേക്കുന്നതിനും മസാജ് ചെയ്യുന്നതിനുമൊക്കെയുള്ള എണ്ണ കാച്ചുന്നതിന് വേണ്ടിയാണ് ഈ സസ്യം ഉപയോഗിക്കുന്നത്. കൂടാതെ കഫം, പിത്തം, കൃമി, കുഷ്ഠം, ജ്വരം, മൂത്രതടസ്സം, ഹൃദ്രോഗം, വയറുവീർപ്പ്, ഉറക്കക്കുറവ് എന്നിവയൊക്കെ പരിഹരിക്കുന്നതിനും ഈ സസ്യം ഉപയോഗിക്കുന്നു. ഇത് ശരീരത്തിലെ മുറിവുണക്കുന്നു. പ്രത്യേകിച്ച് വായിലെയും നാക്കിലെയും മുറിവ് ഇത് ഉണക്കുന്നു. മുറിവുണ്ടായാൽ അതായത് മുഖത്തും നാക്കിലുമൊക്കെ മുറിവുണ്ടായ ഭാഗത്ത് എലിച്ചെവിയൻ ഇലകൾ പഞ്ചസാര ചേർത്ത് അരച്ച് വെച്ച് കെട്ടിയാൽ ഭേദമാകും. കൃമിശല്യം മാറിക്കിട്ടാൻ എലിച്ചെവിയൻ നല്ലവണ്ണം അരച്ചെടുത്ത നീര് ചെന്നല്ലരിയുമായി അരച്ച് ചേർത്ത് തീക്കനിൽ അടചുട്ട് ഇന്ദുപ്പ് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കൃമിശല്യം മാറിക്കിട്ടും. നല്ല ഉറക്കം കിട്ടാനായിട്ട് എലിച്ചെവിയൻ അരച്ച് പശുവിൻ പാലുമായി ചേർത്ത് ചൂടാക്കി കഴിച്ചാൽ നല്ല ഉറക്കം കിട്ടും. തലവേദന മാറുന്നതിനും മൂത്രതടസ്സം മാറുന്നതിനും പിത്തപ്പനി മാറുന്നതിനുമൊക്കെ ഇത് ഉത്തമമാണ്. അപ്പോൾ ഇത്രയും മാത്രമേ എനിക്ക് ഈ എലിച്ചെവിയൻ എന്ന സസ്യത്തെപ്പറ്റി പറയാനുള്ളൂ. ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.